ഓം നമ ശിവായ. ഈ വീഡിയോയിൽ ചില ധനിക യോഗങ്ങൾ പറയാം. ആദ്യത്തെ യോഗം ശനി 11ാം ഭാവത്തിൽ നിൽക്കുകയും ശുക്രൻ സ്വക്ഷേത്രമായ ഇടവം രാശിയിലോ തുലാം രാശിയിലോ ഇവയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ ധനവാനാകും എന്നതിൻ്റെ സൂചനയാണ്. രണ്ടാമത്തെ യോഗം ശനി 11ാം ഭാവത്തിൽ നിൽക്കുകയും ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്താലും ജാതകൻ വലിയ ധനവാനായി തീരും എന്നതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തെ ധനിക യോഗം ശനി ബുധനുമായി യോഗം ചെയ്ത് 5ാം ഭാവത്തിലോ 7ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ശനിയുടെ സ്വക്ഷേത്രങ്ങളായ മകരം, കുംഭം ഈ രാശികളിലോ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ജീവിതത്തിൽ വലിയ സമ്പന്നൻ ആയിത്തീരും എന്നതിൻ്റെ സൂചനകൾ ആണ്. അടുത്തത് നാലാമത്തെ യോഗം വ്യാഴം സ്വക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ഏതിലെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയും ചന്ദ്രനും ചൊവ്വയും കൂടി 11ാം ഭാവത്തിലും നിൽക്കുന്നു എങ്കിലും ജാതകൻ ജീവിതത്തിൽ വലിയ ധനവാൻ ആകുന്നതാണ്. അഞ്ചാമത്തെ യോഗം കന്നി രാശിയോ മിഥുനം രാശിയോ ലഗ്നം ആകുകയും അവിടെ ബുധനും ചൊവ്വയും ശുക്രനും ഒന്നിച്ച് നിൽക്കുകയും ചെയ്താൽ ജാതകൻ ജീവിതത്തിൽ വലിയ ധനവാനായി തീരും എന്നതിൻ്റെ സൂചനകളാണ്. ആറാമത്തെ യോഗം ധനു, മീനം എന്നീ രാശികളിലൊന്ന് ലഗ്നമായി വരിക, അവിടെ വ്യാഴം, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് സ്ഥിര ലക്ഷ്മി യോഗമാണ്. ഇതും ജാതകൻ ജീവിതത്തിൽ എല്ലാ കാലത്തും വലിയ ധനവാനായിരിക്കും എന്നതിൻ്റെ സൂചനകളാണ്. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.